ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ MARFA Tech. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ, ഒരു വാട്ടർ റോക്കറ്റിൻ്റെ. അപ്പോൾ നല്ല രീതിയിലൊക്കെ സക്സസ് ആയിട്ട് നമുക്ക് ആ റോക്കറ്റ് വിടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ കാണണം, ഒരു നല്ല വീഡിയോ തന്നെയാണ്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ഡമ്മി CCTV ക്യാമറ എങ്ങനെ നമുക്ക് വീട്ടിൽ സ്വന്തമായി നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. ഒരു 50 രൂപ കുറഞ്ഞ വിലയിൽ തന്നെ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കാലത്ത് കുറേ കള്ളന്മാർ, അതുപോലെ തന്നെ ബ്ലാക്ക് മണി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി നമുക്കിത് നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക. എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. അപ്പോൾ നേരെ വഴിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായി ആവശ്യമുള്ളതെന്ന് പറയുന്നത് LED ആണ്. LED എന്ന് പറയുന്നത് വെറും 2 രൂപക്ക് ഒരു LED വരെ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്നതാണ്. ഞാൻ എടുത്തിട്ടുള്ളത് യെല്ലോ LED ആണ്. റെഡ് LED ആണ് ഏറ്റവും നല്ലത്. പിന്നീട് ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ, അതുപോലെ തന്നെ ഒരു ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസും. പിന്നീട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇതാണ്, ഈ ഹോൾഡറാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇതിന് ഏകദേശം 35 രൂപയാണ് വില വരുന്നത്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറയുന്നത് ഈ വയറാണ്. ഇതുപോലത്തെ ഒരു വയർ, നമുക്ക് ഇഷ്ടമുള്ള വയർ എടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് വയറും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പണി തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യുന്നത് ഈ ഹോൾഡർ ഒന്ന് അയച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഈ ഹോൾഡർ ഒന്ന് ചെറുതായിട്ട്, ഇപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഹോൾഡർ നമുക്ക് അയച്ചെടുക്കണം. ഈ ബോഡി മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് ഇതുപോലെ നമുക്ക് കാട്ടുന്ന പോലെ ഒരു തിരി തിരിച്ച്, അപ്പോൾ ഇങ്ങോട്ടൊരു തിരി തിരിക്കുക, എന്നിട്ട് അത് വലിച്ചെടുത്താൽ നമുക്കത് കയ്യിൽ കിട്ടും. പിന്നെ ഹോൾഡറിൻ്റെ അവിടെ ചെറിയൊരു പിരി പോലത്തെ ഒരു സംഭവം ഉണ്ടാവും പ്ലാസ്റ്റിക്കിൻ്റെ, അത് നമ്മൾ അയച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഹോൾഡറാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് മേടിച്ച ഒരു ഹോൾഡറാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് മെഡലിൻ്റെ നല്ല ഹോൾഡർ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഈ ഹോൾഡറിൻ്റെ ഈ ബോഡി എടുത്താൽ ആ ഹോൾഡർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹോൾഡർ ഒരു കിട്ടുന്നു. പിന്നെ റെഡ് ഉണ്ട്. ആ റെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ റെഡ് LED വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ തന്നെ വെക്കാം. അല്ലെങ്കിൽ നമുക്കൊരു പുഷ് ചെയ്യുമ്പോൾ അത് ഊരി പോകുന്നുള്ളൂ. ഞാൻ അപ്പോൾ ഒരു യെല്ലോ LED ആണ് വെക്കുന്നത് കൊണ്ട് തന്നെ ഞാനത് ഊരി കളഞ്ഞിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇനി ചെയ്യേണ്ടതുള്ളത് ഒരു കാർഡ്ബോർഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹോൾഡറിൻ്റെ ഫസ്റ്റ് എടുത്ത ആ വലിയൊരു പീസ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഈ ഭാഗം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സർക്കിൾ, അത് നമ്മൾ നന്നായി ഒരു പേന കൊണ്ട് അടയാളപ്പെടുത്തുക ആ കാർഡ്ബോർഡിൽ. അപ്പോൾ നമുക്ക് പിന്നീട് ചെയ്യേണ്ടത് റെഡ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരെടുത്തിട്ട് അത് അതിൻ്റെ ഏറ്റവും വലിപ്പം കൂടിയ വട്ടമുള്ള ആ ഭാഗത്ത് നമ്മൾ വീണ്ടും ഒന്നും കൂടിയും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ഇത് ഫസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കണമെന്നില്ല, രണ്ടാമത് നമ്മൾ അടയാളപ്പെടുത്തുകയും ചെയ്താലും മതി. അത് നമുക്കൊരു കൃത്യമായി രൂപം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ പുറത്തേക്കൊന്ന് പോരാക്കാൻ വേണ്ടിയാണ് ഈ രണ്ടാമത് നമ്മളൊന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത് വട്ടം വരച്ചാൽ മതി. അതിന് രണ്ടാമത് വട്ടം വരച്ച ഭാഗം നമ്മൾ അങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ബ്ലാക്ക് ചാർട്ട് പേപ്പർ നമ്മൾ എടുത്ത് അത് ഇനി കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അതും കട്ട് ചെയ്ത് അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭാഗം നമുക്ക് ഒട്ടിച്ച് കൊടുത്താൽ മതി. നമുക്ക് ഈ ക്യാമറയുടെ ഉണ്ടാക്കാൻ ആ ബ്ലാക്ക് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് നോക്കാം, പക്ക ക്യാമറയുടെ മോഡലാണ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് LED ഫിറ്റ് ചെയ്യണം. അപ്പോൾ LED ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഏതാണ് കളറിന്. യെല്ലോ കളറാണ് LED പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിന് 4 വോൾട്ടാണ് കൊടുക്കുന്നത്. അപ്പം മിനിമം ഞാനൊരു 6 LED വെക്കുന്നുണ്ട്. 6 LED ആണ് ഇതിലും വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 8 LED മേടിച്ചിട്ടുണ്ട്, 6 LED വെക്കുന്നത്. നിങ്ങൾക്ക് എത്രയും LED വെക്കാം. അപ്പം 6 LED എടുക്കുമ്പോൾ 4 വോൾട്ട് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാലും കത്തും ഫ്യൂസായി പോവുകയും ചെയ്യില്ല. അപ്പോൾ ഒരു LED നമ്മളൊരു പിന്ന് കൊണ്ട് ഹോളിട്ട് വെച്ച് LED ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഹോൾ പിന്ന് കൊണ്ട് ഇട്ടുകൊണ്ട് പിന്നെ LED ലെഗ് ആ കാർഡ്ബോർഡിൽ വെച്ചു. അങ്ങനെ നമ്മൾ എല്ലാ LED ഫിറ്റ് ചെയ്തു. ഇനി നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ആ നടുവിലേക്ക് വരുന്ന ഭാഗം LED മൈനസ് ആയിരിക്കണം നടുവിലേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വട്ടത്തിലാണ് അത് LED ഹോൾ ഇട്ടിട്ടുള്ളത്, വട്ടം മോഡൽ. അപ്പം അതിൻ്റെ നടുവിലേക്ക് വരുന്ന ലെഗൊക്കെ പോസിറ്റീവായ രീതിയിൽ നമ്മൾ ചെരിച്ചു അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടുവിലേക്ക് തന്നെയാണ് ആ സൈഡിലുള്ള ലെഗൊക്കെ എന്താ, അപ്പോൾ നിങ്ങൾക്ക് കാണാം നടുവിലോട്ട് നമ്മൾ മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മടക്കി വെച്ച് പിന്നെ നമുക്ക് അവിടേക്ക് ഒരു റെഡ് വയർ, അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത വയർ തന്നെ മതി. പക്ഷേ ഞാൻ സെപ്പറേറ്റ് ഒരു വയർ വെക്കുന്നത് എത്ര മാത്രം.
അപ്പോൾ അങ്ങനെ ഒരു റെഡ് വയർ നമ്മൾ വെച്ച് ഫുൾ ഇൻസ്റ്റലേഷൻ ചെയ്യണം. ഒരിക്കലും മുകളിലത്തെ ലെഡ് താഴോട്ട് വന്നാലും തട്ടരുത്. ആ രീതിയിൽ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്തെടുത്ത് പിന്നെ ആ സൈഡിലുണ്ടായ ലഘും ഇതുപോലെ നടുവിലോട്ട് മടക്കി കൊടുക്കാം. മടക്കി കൊടുക്കുമ്പോൾ ഒരിക്കലും ആദ്യമുള്ള പോസിറ്റീവിലേക്ക് ഇത് തട്ടാൻ പാടില്ല. പിന്നെ നമ്മൾ അതൊരു ബ്ലാക്ക് വയർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിലോട്ടൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ ലൈറ്റ് എത്തിച്ചപ്പോൾ നല്ല രീതിയിൽ കത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ പണി ഏകദേശം തീരാറായിട്ടുണ്ട്. ഏകദേശം നല്ല തീർന്നു. ഇനി നമ്മളിത് ഈ ബാക്കിലുള്ള ഹോൾഡറിൻ്റെ ബാക്കിയുള്ള ആ ബോഡി ഉണ്ട്, നമ്മളിത് നേരത്തെ ഊരിയ പോലെ തന്നെ നമുക്കൊന്ന് തിരിച്ച്, അപ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാൻ കിട്ടുമ്പോൾ തന്നെ മനസ്സിലായി എങ്ങനെ ഊരണ്ടേ അടക്കണ്ടേ, അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. പിന്നെ നമ്മളത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വയറും കൂടി കണക്ഷൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ കണക്ഷൻ ചെയ്ത് ഇനി നമ്മൾ അവിടെ ഒന്ന് ചുമരിൽ സൈഡിലല്ല വെക്കുക. ആണിയൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആണി അടിച്ച് വെക്കാം. ഞാൻ ആണി അടിച്ചല്ല, ഡബിൾ സ്റ്റിക്കറാണ് വെക്കുന്നത്. ഡബിൾ സ്റ്റിക്കർ ഇത് ആ കാർഡ്ബോർഡ് നമ്മൾ നല്ല രീതിയിൽ അവിടെ ആ ബോഡി ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഡബിൾ ടാപ്പ് ഒന്ന് ധാരാളം നല്ല അധികമായിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.